കൊല്ലം പട്ടണത്തെ നമ്മൾ സിറ്റി എന്ന ഓമന പേരിട്ട് വിളിക്കാറുണ്ട്. എന്നാൽ ഒരു സിറ്റിക്ക് വേണ്ടുന്ന രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഒരു നഗരമാണ് കൊല്ലം. നമ്മൾ കൊച്ചിയിലോ കോഴിക്കോടോ തിരുവനന്തപുരത്തോ പോയി വന്നാൽ ഒരു പുരാതന നഗരത്തിൽ വന്നിറങ്ങിയ ഒരു ഫീലാണ് കൊല്ലത്ത് വരുമ്പോൾ. കേരളത്തിലെ കോർപ്പറേഷനുകളിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു പട്ടണമാണ് കൊല്ലം. പ്രധാനമായും ഒരു സിറ്റിക്ക് യോജിച്ച ഗതാഗത സംവിധാനം ഇല്ല എന്നുള്ളതാണ് കൊല്ലത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മ. കൊല്ലം നഗരവികസനത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്ന കാവനാട് മുതൽ മേവറം വരെയുള്ള 4 വരി പാത നിർമ്മിക്കുന്ന സിറ്റി റോഡ് ഡെവലപ്മെൻറ്റ് പദ്ധതി ഇപ്പോൾ പെട്ടിയിലാക്കി മടക്കി വെച്ചിരിക്കുകയാണ്. ഏറ്റവും വലിയ ട്രാഫിക് ബ്ലോക്കുള്ള കപ്പലണ്ടിമുക്ക് മുതൽ മേവറം വരെയുള്ള റോഡെങ്കിലും 4 വരിയാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ ഭാഗത്ത് റോഡിന് ഇരുവശവും കുഴിയും അതുപോലെ തന്നെ മഴയത്ത് വലിയ വെള്ളക്കെട്ടുമാണ്. റോഡിന്റെ വശങ്ങളിൽ വാഹനങ്ങൾ അലക്ഷ്യമായിട്ടാണ് പാർക്ക് ചെയ്യുന്നത്. കാൽനട യാത്രക്കാർക്ക് നടക്കാൻ ഒരു നടപ്പാത എന്ന് പറയുന്ന സംഭവമേ ഇല്ല. ചിന്നക്കട അയത്തിൽ റോഡും ചിന്നക്കട കല്ലന്താഴം റോഡും ഏതാണ്ട് ഒറ്റയടി പാത പോലെയാണ് ഇപ്പോഴും. പ്രധാന നഗരങ്ങളിലൊക്കെ മുഖ്യമായി കാണുന്ന ഒന്നാണ് വിശാലമായ നമ്മുടെ എറണാകുളത്തെ വൈറ്റില ഹബ്ബ് പോലെയുള്ള ബസ് ടെർമിനൽ. കൊല്ലത്ത് അങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ അഷ്ടമുടി കായലിനായി ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ പട്ടണത്തിൽ എറണാകുളത്തെ മറൈൻ ഡ്രൈവ് പോലെയുള്ള ഒരു സംവിധാനം ഉണ്ടാക്കേണ്ടതായിരുന്നു. അതിനു പകരം കായലിനെ കുപ്പത്തൊട്ടിയാക്കിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കൊച്ചിയിലെ ബ്രോഡ്വേ, കോഴിക്കോടുള്ള മുട്ടായിത്തെരുവ്, തിരുവനന്തപുരത്തെ ചാല പോലുള്ള വലിയ വലിയ മാർക്കറ്റ് ജനങ്ങൾക്ക് കൂട്ടത്തോടെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു മാർക്കറ്റ് നമ്മളെ കൊല്ലത്ത് ഇല്ല എന്ന് തന്നെ പറയാം. നമുക്ക് കൊല്ലത്ത് അങ്ങനെ ആക്കി എടുക്കാവുന്ന ഒരു സ്ഥലമായിരുന്നു മെയിൻ റോഡും അതുപോലെ തന്നെ പായിക്കട റോഡും. കൊല്ലം ചിന്നക്കടയിലെ റെയിൽവേ മേൽപ്പാലം പില്ലറിൽ നിർമ്മിച്ചിരുന്നെങ്കിൽ അതിനടിയിൽ പൂർണ്ണമായി പാർക്കിംഗ് ആക്കി ഈ റോഡുകളിൽ ആൾക്കാർക്ക് നടന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഒരുക്കാമായിരുന്നു. റെയിൽവേ മേൽപ്പാലം പൊളിച്ചു പണിയാൻ തീരുമാനിച്ചതോടെ അത് ഭാവിയിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ കൊല്ലത്തെ ബീച്ചിൻ്റെയും അതുപോലെ തന്നെ പാർക്കുകളുടെയും അവസ്ഥ വളരെ ദയനീയമാണ്. കൊല്ലം പട്ടണത്തിലുള്ളവർ കാഴ്ചകൾ കാണാനും പർച്ചേസിനുമൊക്കെ മറ്റു പട്ടണങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെയുള്ളവരെ നമുക്ക് ഇവിടേക്ക് ആകർഷിക്കാൻ കഴിയുന്നതേയില്ല. കൊല്ലം പട്ടണത്തിൽ ഒരു സിറ്റിയുടെ ലുക്ക് കിട്ടുന്ന ആകെ ഭാഗമുള്ളത് സെൻറ് ജോസഫ് സ്കൂൾ മുതൽ അതുപോലെ കച്ചേരി വരെയുള്ള ആകെ ഒരു 200 മീറ്റർ ദൂരം മാത്രമാണ്. മറ്റു നഗരങ്ങളിൽ പോയി വരുമ്പോഴാണ് നമ്മുടെ പട്ടണം എത്രത്തോളം പിന്നോക്കം നിൽക്കുന്നു എന്ന് നമുക്ക് ബോധ്യമാകുന്നത്. ഇപ്പോൾ കണ്ണുവിടാതിരിക്കാൻ വേണ്ടി കൊല്ലത്ത് ആകെ വരാൻ പോകുന്നത് ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അതിനു മുന്നിൽ ഇപ്പോൾ തന്നെ വലിയ ഗതാഗത കുരുക്കാണ്. റെയിൽവേ സ്റ്റേഷൻ മുന്നിൽ കണ്ടുകൊണ്ട് അവിടുത്തെ റോഡ് വികസിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ വലിയ ബുദ്ധിമുട്ടായി മാറും. അതുപോലെ കൊല്ലത്തിൻ്റെ വലിയ പ്രതീക്ഷയായിരുന്ന കൊല്ലം തുറമുഖം ഇപ്പോൾ ഒരു മുങ്ങിയ കപ്പലാണ്. ഒരു കൊതുമ്പ് വള്ളം പോലും അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ പതിറ്റാണ്ടുകളായും അതുപോലെ തന്നെ ഇപ്പോഴും ജില്ലാ ഭരണവും സംസ്ഥാന ഭരണവും ഒരുപോലെ ഉണ്ടായിട്ടും കൊല്ലത്ത് വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖനായ MP, അതുപോലെ തന്നെ ധാരാളം മന്ത്രിമാർ, അതുപോലെ കഴിഞ്ഞ മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രി തന്നെ കൊല്ലത്തിൻ്റെ സംഭാവനയായിരുന്നു. എന്നിട്ടും കൊല്ലം ജില്ലയെ മറ്റു പട്ടണങ്ങളോടൊപ്പം വളർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇതിന് ആരാണ് ഉത്തരവാദി? നല്ല അടിസ്ഥാന സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നഗരം ശരിയായി വളരുകയുള്ളൂ. ദീർഘവീക്ഷണവും ഇച്ഛാശക്തിയുമുള്ള ഭരണാധികാരികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ സാധ്യമാകൂ. കൊല്ലം പട്ടണത്തിൽ വേണ്ട രീതിയിൽ അടിസ്ഥാന സൗകര്യ വികസനം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഇവിടെ ജീവിക്കാൻ കൊള്ളാത്ത ട്രാഫിക് കുരുക്ക് നിറഞ്ഞ ഒരു പട്ടണമായി മാറും.